കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ച വഴി അങ്ങോട്ട് പോകുന്നില്ലല്ലോ എന്നായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ കരുതുന്നത്. കാരണം ട്രാൻസ്ഫർ പോളിസിയിൽ മറ്റു ടീമുകളെല്ലാം അടിയിലൂടെ നല്ല വ്യാപകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നല്ലാതെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം വേദനിപ്പിക്കുന്നത് തന്നെയാണ്. നിഖിൽ പ്രഭുവിൻ്റെ കാര്യം ബ്ലാസ്റ്റേഴ്സിന് മറന്നേക്കൂ എന്ന മൈൻഡ് സെറ്റാണ്. കാരണം പഞ്ചാബ് എഫ് സി അവർ ആവശ്യപ്പെടുന്നത് 2 കോടി എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഫീയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്ലെയറിന് വേണ്ടി 2 കോടി ട്രാൻസ്ഫർ ഫീസ് കൊടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിഖിൽ പ്രഭുവിനെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടാനുള്ള ചാൻസ് വളരെ തുച്ഛമാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറിയ താരമായ ഹോർമിപ്പാൻ റോയിവ. പഞ്ചാബിൽ നിന്നായിരുന്നു പുള്ളി ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത്. ഇവാന്റെ കീഴിൽ ഒരു ജൈജാൻറ്റിക് പ്ലെയറായിട്ട് വളർന്നു വന്നതിന് ശേഷം ഹോർമിക്ക് അത്ര നല്ല പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കും. അതേ ഹോർമിപ്പാൻ റോയിവയെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിതാന്ത ശത്രുക്കളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബംഗളൂരു എഫ് സി അരയും തലയും മുറുക്കി മുന്നിലേക്ക് വരുന്നുണ്ട്. ബംഗളൂരു എഫ് സിയുടെ അപ്ഡേറ്റ് അനുസരിച്ച് അന്വേഷിച്ച ഒരാൾ എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര താരമായിട്ടുള്ള ഹോർമിപ്പാൻ റോയിവയെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പൊക്കാൻ ബംഗളൂരു എഫ് സി ആഗ്രഹിച്ച് നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.